ഇന്നൊരു കലിപ്പനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഒരു ദിവസം ഒരു പോലീസുകാരൻ ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് വഴിക്ക് വീഴും. അത് നമ്മുടെ കലിപ്പണ്ണനെ അത് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് ഇൻസ്റ്റയിൽ ഇട്ട് മൂപ്പര ഇറക്കിയിട്ടും അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. പിന്നെ ഒരു ദിവസം നമ്മുടെ കലിപ്പണ്ണൻ്റെ ചേട്ടൻ വരുമ്പോൾ ഇത്തിരി പൈസ കൊടുക്കും മൂപ്പർക്ക് ട്രിപ്പ് പോയിട്ട് വൈബ് ചെയ്യാൻ. അങ്ങനെ മൂപ്പര് വൈബ് ചെയ്യണ സമയത്ത് അവിടെ ഒരു ഇടി ഉണ്ടാവും. അപ്പം മൂപ്പര് അത് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റിങ് തുടങ്ങും ഇൻസ്റ്റയിൽ ഇട്ട് മൂപ്പര ഇറി കയറ്റാൻ. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. കലിപ്പണ്ണൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കലിപ്പണ്ണൻ്റെ ചേട്ടൻ മിസ്സിങ് ആന്ന് ചേട്ടൻ്റെ കൂട്ടുകാരൻ മൂപ്പരെ വിളിച്ച് പറയും. അപ്പം നമ്മുടെ കലിപ്പണ്ണൻ കൊച്ചിക്ക് പോവും. അർജുനണ്ണൻ നമ്മുടെ കലിപ്പണ്ണൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാ. അപ്പം മൂപ്പര് പറയും അവന് ബ്രേക്കപ്പ് ആയിരുന്നു, അപ്പം ബ്രേക്കപ്പ് ആയ എൻ്റെ വിഷമത്തിൽ വീട് വിട്ടു പോയതാന്ന് പറയും. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ ചേട്ടൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി തല്ലാവും. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണം. ഏതാ നിന്റെ രാജ്യം? കുതിരവട്ടമല്ലല്ലോ. പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്, അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. പിന്നെ കലിപ്പണ്ണൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവും. അപ്പോൾ അവിടുത്തെ ഓഫീസർ മൂപ്പര് മുൻപ് എയറി കയറ്റി വിട്ട പോലീസുകാരനാണ്. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ ചേട്ടൻ്റെ ഫോൺ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഹാക്കർ ഇറക്കും. എന്നിട്ട് ഹാക്കർ എവിടെയാ ഫോണെന്ന് കണ്ടുപിടിക്കും. അത് നമ്മുടെ അർജുനണ്ണൻ്റെ വീട്ടിലാ. ഇതറിയുമ്പോൾ നമ്മുടെ കലിപ്പണ്ണൻ വീണ്ടും കലിപ്പാവും. ഒരു ശക്കല കുഴപ്പമുണ്ട്. പിന്നെ നമ്മുടെ കലിപ്പണ്ണൻ നോർമലാവും. പിന്നെ നമ്മുടെ ഹാക്കർ അണ്ണൻ ചേട്ടൻ്റെ ഫോൺ അൺലോക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വിളിച്ച നമ്പർ കണ്ടുപിടിച്ചിട്ട് ആളുടെ അടുത്തേക്ക് പോവും. അവിടെ വെച്ച് നമ്മുടെ കലിപ്പണ്ണന് വീണ്ടും കലിപ്പാവും ഗൈസ്. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. ഇങ്ങനെ പോയാൽ ഒന്നും നടപടിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കലിപ്പണ്ണൻ ആ പോലീസുകാരൻ്റെ അടുത്ത് സോറി പറയാൻ പോവും. പോലീസ് അണ്ണൻ എന്നിട്ട് മൂപ്പരോട് പട്ടിയുടെ പോലെ അഭിനയിക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ പോലീസ് അണ്ണൻ അത് ഷൂട്ട് ചെയ്യും. എന്നിട്ട് മൂപ്പരെ നാറ്റിക്കും. പിന്നെ ഒരു ദിവസം നമ്മുടെ ഹാക്കറണ്ണൻ കലിപ്പണ്ണൻ്റെ ചേട്ടൻ്റെ ഇൻസ്റ്റ നോക്കുമ്പോൾ ചേട്ടൻ ലേറ്റസ്റ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയ ചിക്കിനെ കാണും. അവളുടെ കല്യാണമാണ്. അപ്പം ചേട്ടൻ അവിടെ കാണുമെന്ന് നമ്മുടെ ഹാക്കറണ്ണൻ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് എല്ലാവരും പോവും. ബാംഗ്ലൂരിലെത്തിയിട്ട് അവളുടെ ചേട്ടനെ കാണുമ്പോൾ മുൻപ് ഞാനിവിടെ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ കലിപ്പണ്ണന് തോന്നും. എന്നിട്ട് ഫോൺ നോക്കുമ്പോൾ മുൻപ് മൂപ്പര് തല്ല് കൂടുന്നതിൻ്റെ വീഡിയോ എടുത്ത ആളാണ് മൂപ്പര്. പിന്നെ ആ വീഡിയോ സൂം ചെയ്ത് നോക്കുമ്പോൾ അവർ തല്ലുന്നത് അവൻ്റെ ചേട്ടനെയാണ്. സ്വന്തം ചേട്ടനെ തല്ലണ വീഡിയോ ഷൂട്ട് ചെയ്ത് കയ്യിൽ വെച്ചിട്ട് പുള്ളീനെ തപ്പി ലോകം മുഴുവൻ തെണ്ടി കിടക്കണം. ഇത് മനസ്സിലാവുമ്പോൾ നമ്മുടെ കലിപ്പണ്ണനാകെ സാഡാവും. അപ്പം നമ്മുടെ അർജുനണ്ണനെ ആശ്വസിപ്പിക്കാനായിട്ട് പോവും. തോറ്റുകൊണ്ട് തുടങ്ങണം, പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കണം. നേരുന്നു ശുഭദിനം. പിന്നെ ഹാക്കറണ്ണം പറയും ആ പെണ്ണിൻ്റെ ചേട്ടൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേട്ടനെ എവിടെയാന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഫോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഫംഗ്ഷന് പോവും, കല്യാണത്തിൻ്റെ. ഇതിനിടയ്ക്ക് നമ്മുടെ അർജുനണ്ണൻ്റെ കിളി പോവും. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. പിന്നെ അവസാനം കലിപ്പണ്ണനെ എവിടെയാന്ന് ഇവർ കണ്ടുപിടിക്കും. അങ്ങനെ നാട്ടിലേക്ക് വരും. അങ്ങനെ പടം കഴിഞ്ഞ്. ഇതൊരു ഗംഭീര പടാട്ടാ.